ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. നമ്മുടെ ഹീറോയുടെ പാഷൻ പ്രോ വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട്. അത് നിലവിൽ നമുക്ക് എൻജിൻ വർക്കായിട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ ടെസ്റ്റ് വർക്ക് വിത്ത് പെയിൻറ്റിങ് ഒക്കെ ആയിട്ട് നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ നിലവിൽ നമുക്ക് അതിൻ്റെ ഉള്ളൊരു മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട് വരുന്ന ഭാഗങ്ങളുടെ ഒരു ഡീറ്റെയിൽസും അത് ചെയ്യുമ്പോൾ ഏകദേശം എത്ര കോസ്റ്റ് വരുമെന്ന് നോക്കിയിട്ട് അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഇടാനും വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. നിലവിൽ നമുക്ക് അതിൻ്റെ എഞ്ചിൻ്റെ കംപ്ലയിൻറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റിലത്തെ വീഡിയോയിൽ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായി. നമുക്ക് അതിൻ്റെ സിലിണ്ടർ പിസ്റ്റണുണ്ടായ കാര്യം കംപ്ലയിൻ്റൊക്കെ പിസ്റ്റണൊക്കെ ഓൾറെഡി പൊട്ടിപ്പോയേക്കുന്ന ഒരവസ്ഥയാണ്, വാൽവ് പൊടിഞ്ഞു പോയേക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ എഞ്ചിൻ്റെ ഭാഗം എന്തായാലും നമുക്ക് പക്കാ ക്ലിയറായിട്ട് തന്നെ ചെയ്തെടുക്കേണ്ടതായിട്ടാണ്. കാരണം ഞാൻ എന്തായാലും നമ്മൾ കാശ് മുടക്കി ചെയ്യുമ്പോൾ എൻജിൻ ക്ലിയറായിട്ട് തന്നെ, അതായത് ഈ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ ഡാമേജുള്ള ഭാഗങ്ങൾ മാറ്റി പുതിയത് കമ്പനി ഒറിജിനൽ പാർട്സുകൾ മേടിച്ച് സെറ്റ് ചെയ്ത് പോവാം. അതാണ് ശരിക്കും നമുക്ക് വണ്ടി എൻജിൻ ലൈഫ് കൂടുതൽ കിട്ടാനായിട്ട് ഒരു രീതി അതാണ്. പിന്നെ അത് കൂടാതെ കൊണ്ട് എൻജിൻ വർക്ക് അല്ലാതെ പിന്നെ ഉള്ളത് അത്യാവശ്യം മെയിൻ്റനൻസ് വർക്കുകളാണ്. അതൊക്കെ പെയിൻറ്റിങ് വരുന്നുണ്ട്. അങ്ങനെ കുറച്ച് ഭാഗങ്ങളാണ്. ഒന്ന് നമുക്ക് വണ്ടി ഫുള്ളായിട്ട് അഴിച്ചിട്ട് പെയിൻറ്റ് ചെയ്യേണ്ടി വരും. കാരണം എന്ന് വെച്ചാൽ ചെയ്സൊക്കെ തുരുമ്പിട്ട് ഒടിഞ്ഞ അവസ്ഥയിലേക്കാണ് ഇതിനകത്ത് ഇരിക്കുന്നത്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. നമുക്കതിൻ്റെ ഇവിടെയൊക്കെ നോക്കുമ്പോണ്ടല്ലോ, ചെയ്സിൻ്റെ ഉള്ളിലൊക്കെ ഇവിടെയൊക്കെ പൊട്ടി ടാങ്ക് പിടിപ്പിക്കുന്ന ഭാഗത്ത് ഇങ്ങനെ പൊട്ടി വിട്ടിരിക്കുന്ന അവസ്ഥയൊക്കെയാണ് ചെയ്സുമേന്ന്. പിന്നെ ടാങ്കിൻ്റെ ഈ ബാക്ക് സൈഡിലൊക്കെ നമുക്ക് അത്യാവശ്യം തുരുമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പെയിൻറ്റ് ചെയ്യണതിന് മുമ്പ് അത് ഫുള്ള് ചിരണ്ടി കളഞ്ഞ് നമുക്ക് അത്യാവശ്യം ഒരു വെച്ചിട്ട്, അതായത് മറ്റേ റേഡിയേറ്റർ വെൽഡ് ചെയ്യുന്ന ആ ഒരു മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് ആ ഭാഗം ഒന്ന് ഫിനിഷ് ചെയ്ത് വിടണം. കാരണം അതല്ലെങ്കിൽ നമുക്ക് പെയിൻറ്റിങ് ഒക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് ഇവിടെ ലീക്ക് വരാനൊക്കെ സാധ്യതയുണ്ട്. ഇപ്പോൾ ചെയ്സിൻ്റെ ഭാഗമാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ രീതിയുടെ ഇവിടെ തന്നെയല്ല, ഈ ഭാഗമൊക്കെ വെൽഡിങ് വിട്ടിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം ഈ ഭാഗത്തൊക്കെ വെൽഡിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇവിടെ ആയാലും ഈ സൈഡൊക്കെ ഒന്ന് വെൽഡ് ചെയ്ത് ബലപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. കാരണം ഞാൻ അവിടെയൊക്കെ അത്യാവശ്യം തുരുമ്പിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസൊക്കെ ഉണ്ട്. അത് കൂടാതെ നമുക്ക് അതിൻ്റെ എൻജിൻ ബെഡിൻ്റെ ഭാഗം ഈ ചെയ്സുമായി ബന്ധപ്പെട്ട് ഇവിടെയൊക്കെ പൊട്ടിയിരിക്കണതുണ്ടോ. അപ്പോൾ ചെയ്സ് ആക്കിയിട്ട് വേണം നമുക്ക് മൊത്തത്തിൽ അത് അഴിച്ച് ചെയ്സിൻ്റെ പീസാക്കി അതടക്കം വെൽഡ് ചെയ്ത് നമ്മളിപ്പോൾ ഒരു പുതിയ വണ്ടി അങ്ങനെ സെറ്റ് ചെയ്യുന്ന ആ രീതിയിലേക്കാണ് നമ്മൾ ചെയ്ത് ക്ലിയർ ചെയ്തെടുക്കേണ്ടത്. അപ്പോഴാണ് നമുക്കതൊരു പെർഫെക്ഷൻ എന്ന് പറയാനായിട്ട് പറ്റുള്ളൂ. പിന്നെ അത് കൂടാതെ നമുക്ക് അതിൻ്റെ ഈ ചെയിൻ കവറൊക്കെ ഓൾറെഡി തുരുമ്പിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ചെയിൻ കവർ 2 പുതിയത് വെക്കേണ്ടി വരും. ഫുഡ് റെസ്റ്റുകൾ 4 തന്നെ മാറ്റേണ്ടി വരും. അതായത് ഇപ്പോൾ ഈ സൈഡൊക്കെ ഫുഡ് റെസ്റ്റൊക്കെ ഒന്ന് ഒടിഞ്ഞു പോയാണ്, അപ്പുറത്തെ സൈഡിൽ ഫുഡ് റെസ്റ്റുകൾ മാറ്റേണ്ടതായിട്ട് വരും. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫുഡ് റെസ്റ്റ് കമ്പനി ഒരു ഫുഡ് റെസ്റ്റ് എന്ന് പറയുമ്പോൾ ഒറിജിനൽ പാർട്സ് വരുമ്പോഴത്തേക്കും ഫ്രണ്ടിലത്തെ വരുമ്പോൾ ഏകദേശം ഒരു 200-240 രൂപ ഒരെണ്ണത്തിന് വരുന്നുണ്ട്. അപ്പോൾ 2 വരുമ്പോൾ തന്നെ 480 രൂപ അടുത്ത് അതിന് കോസ്റ്റ് വരുന്നുണ്ട്. ബാക്കിലത്തെ ആയാലും ഒരു 200-210 രൂപ ഒരെണ്ണത്തിന് വരുന്നുണ്ട്. പിന്നെ എന്ന് വെച്ചാൽ നമുക്ക് സൈഡ് സ്റ്റാൻഡ് പോയിട്ടുണ്ട്. അപ്പോൾ സൈഡ് സ്റ്റാൻഡ് മാറ്റേണ്ടതായിട്ടുണ്ട്. ഈ സൈഡിലത്തെ ഫുഡ് റെസ്റ്റിൻ്റെ ഈ ബ്രാക്കറ്റ് നമുക്ക് ചേഞ്ച് ചെയ്യണം. കാരണം അതൊക്കെ വെൽഡ് ചെയ്താകെ ആവശ്യത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും അഴിക്കുമ്പോൾ ആ കൂട്ടത്തിൽ അതുകൂടി ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ലേഡീസ് ഫുഡ് റെസ്റ്റ് ഇത് ചേഞ്ച് ചെയ്ത് വയ്ക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയത്തൊക്കെ ചെയ്ത് വരുമ്പോൾ ഇതൊക്കെ ഒരു അപാകതയായിരിക്കും. തന്നെ എല്ലാ പ്രാവശ്യം വെൽഡ് ചെയ്ത് പൊട്ടിയിട്ട് വെൽഡ് ചെയ്തേണ്ടതുമാണ്. പിന്നെ അത് കൂടാതെ നമുക്ക് അതിൻ്റെ ഇൻഡിക്കേറ്ററുകൾ ബാക്കിലത്തെ 2 ഓൾറെഡി ഇല്ല. പിന്നെ ഫ്രണ്ടിൽ ഇരിക്കണമെങ്കിൽ ഒടിഞ്ഞിട്ടൊക്കെ ഇരിക്കണേ, ഒറിജിനൽ അല്ലതാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് മാറ്റി കമ്പനി പാർട്സ് നമുക്ക് സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ സ്പീഡോമീറ്റർ വർക്കിംഗ് അല്ല എന്ന് പറയാൻ കാരണം മീറ്റർ കംപ്ലൈൻ്റ് ആണ്. ഡിജിറ്റൽ മീറ്ററാണ് ഇരിക്കുക. ഏകദേശം 3000-3500 രൂപയോളം നമുക്കതിന് കോസ്റ്റ് ഉണ്ടാകും മീറ്റർ അസംബ്ലി മാത്രം. അപ്പോൾ മീറ്റർ അസംബ്ലിയൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്ത് വയ്ക്കുമ്പോൾ അതിൻ്റെ സെൻസർ കാര്യങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. സെൻസറൊക്കെ വർക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അതല്ലെങ്കിൽ നമുക്ക് ആ സെൻസർ ചേഞ്ച് ചെയ്യേണ്ടി വരും. പിന്നെ അതിനോടനുബന്ധിച്ച കേബിളുകളൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടി വരും. എല്ലാ കേബിളുകളും തന്നെ നമുക്ക് മാറ്റി പുതിയത് സെറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ ഫ്രണ്ട് മൺകാട് ഓൾറെഡി പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് മാറ്റി പുതിയത് വെക്കേണ്ടി വരും. പിന്നെ ഈ ഫ്രണ്ട് ഫോർക്കിൻ്റെ കേസ് ഞാൻ ഈ പറഞ്ഞ പോലെ ഫ്രണ്ട് ഫോർക്ക് നമുക്കൊന്ന് അഴിച്ചു നോക്കിയിട്ട് ലെവൽ കാര്യങ്ങളോ ബെൻഡോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്കത് ലെവൽ ചെയ്ത് കയറ്റേണ്ടി വരും. അതല്ലെങ്കിൽ തന്നെ നമുക്കത് അഴിച്ച് അതിൻ്റെ ഓയിൽസീലൊക്കെ മാറ്റിയിട്ട് വേണം നമുക്കത് റീസെറ്റ് ചെയ്യാനായിട്ട്. കാരണം പിന്നീട് നമുക്കത് അഴിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരരുത്. പിന്നെ ഹാൻഡിലിൻ്റെ ഇവിടെ വന്ന സെൻറ്ററിൽ വരുന്ന ബെയറിങ് കോൺസെപ്റ്റ് അത് നമുക്ക് മാറ്റി പുതിയത് ഓൾറെഡി അതിപ്പോൾ തന്നെ അടിയുണ്ട്, മാറ്റി പുതിയത് വെക്കേണ്ടതായിട്ട് വരും. ഹെഡ്ലൈറ്റ് അസംബ്ലി നിലവിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല. വൈസറും നിലവിൽ വലിയ പഴക്കമുള്ളതല്ല. പക്ഷേ പെയിൻറ്റ് ചെയ്യുമ്പോൾ നമ്മളിതൊക്കെ ചെയ്യും. ഹെഡ്ലൈറ്റ് നമുക്ക് യൂസ് ചെയ്യാം. ഇൻഡിക്കേറ്റർ ഞാൻ പറഞ്ഞ പോലെ ഈ സൈഡൊക്കെ പൊട്ടിയിട്ടുണ്ട് ഫ്രണ്ടിൽ. അത് രണ്ടും ഇരിക്കുന്നത് ഒറിജിനൽ അല്ല, ഡ്യൂപ്ലിക്കേറ്റ്. അതുകൊണ്ട് തന്നെ നമുക്കത് എന്തെങ്കിലും 3 നമുക്ക് എന്തെങ്കിലും മാറണം. അപ്പോൾ കൂട്ടത്തിൽ കൂടെ ഓൾറെഡി മാറ്റിയാൽ അത് പുതിയതാക്കാവുന്നുള്ളൂ. പിന്നെ ഫ്രണ്ട് ടയർ ഫുള്ള് തീർന്നതാണ്. ഇപ്പോൾ ടയർ നമ്മൾ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട്.
പിന്നെ അത് കൂടാതെ നമ്മൾ എഞ്ചിൻ്റെ വർക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് എഞ്ചിൻ വർക്ക് ഫുള്ളായിട്ട് ചെയ്യുന്നത് കൂടാതെ നമുക്ക് ഈ കിക്കറൊക്കെ ഓവലായി പോയിട്ടുണ്ട്, നല്ല രീതിയിൽ പ്ലേ കാണിച്ച് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി ചെയ്തു വരുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു എമൗണ്ട് നമുക്ക് വരും. പിന്നെ ഇതിൻ്റെ ഭാഗങ്ങളൊക്കെ ഫുള്ളായിട്ട് അഴിച്ചിട്ട് തന്നെ നമ്മൾ ചെയ്യണം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ നിലവിൽ അഴിച്ചിട്ടില്ല, നമ്മളിപ്പോൾ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കി അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റും പ്രകാരം ഒരു ധാരണയായാലും നമ്മൾക്കത് ആ രീതിയിൽ അഴിക്കാൻ പറ്റുള്ളൂ. കാരണം എത്ര രൂപ വരും എന്നുള്ളൊരു ധാരണ ഉണ്ടാവണം, എന്നിട്ട് വേണം നമ്മളത് റിപ്പയറിങ്ങിനായിട്ട് അഴിക്കാനായിട്ട്. അത് അല്ലെങ്കിൽ നമ്മൾ അഴിച്ചിട്ട് പിന്നെ രണ്ടാമത് സെറ്റ് ചെയ്യേണ്ടി വന്നാൽ പിന്നെ അതും ബുദ്ധിമുട്ടാവുമല്ലോ എന്ന് വെച്ചിട്ടാണ് കേട്ടോ. പിന്നെ അത് കൂടാണ്ട് നമുക്ക് അതിൻ്റെ കീ സെറ്റ് കംപ്ലീറ്റ് പറഞ്ഞിട്ടുണ്ട്. കീ സെറ്റ് ഓൾറെഡി ബാക്കിൽ സീറ്റിൻ്റെ അവിടെ ലോക്കൊന്നുമില്ല, അപ്പോൾ അതടക്കം സെറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് പറഞ്ഞേക്കണത്. വയറിംഗ് കിറ്റിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്, വയറിംഗ് കിറ്റ് നമ്മളതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ രീതിയുടെ വീലിൻ്റെ ബെയറിങ്ങുകൾ ചെക്ക് ചെയ്തിട്ട് ആവശ്യമെങ്കിൽ നമുക്കത് ചെയ്യണം. ഇവിടെ ടാങ്കുമ്പോൾ വരുമ്പോൾ ബാഗ് നമുക്ക് ഇടേണ്ടതായിട്ട് വരും, പുതിയ ടാങ്ക് ബാഗ് ഇടേണ്ടി വരും. പിന്നെ അത്യാവശ്യം ഗ്രിപ്പ് കവറ്, ലിവറിൻ്റെ കവറുകൾ അതെല്ലാം അതിനകത്ത് വരും. ടാങ്കിൻ്റെ ഭാഗം നമ്മൾ ഈ പറഞ്ഞ രീതിയുടെ സോൾഡർ ചെയ്ത് നമുക്ക് കയറ്റേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതെല്ലാം ഉൾപ്പെടുത്തി ഏകദേശം എത്ര വരുമെന്ന് ഞാൻ നോക്കിയിട്ട് ഏകദേശം ഒരു ധാരണ നമുക്ക് പറയാം, എത്ര വരും എന്നുള്ളത് നോക്കിയിട്ട്. അതിനകത്ത് ഞങ്ങൾ ആ സ്പീഡോമീറ്റർ അസംബ്ലി അടക്കം ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. സ്പീഡോമീറ്റർ ഈ മീറ്റർ മെക്കാനിക്സ് അടക്കമാണ് നമ്മൾ പറയണത്. അപ്പോൾ ആ വീഡിയോ ഒന്ന് കാണാം, എന്നിട്ട് നമുക്ക് അതിൻ്റെ എമൗണ്ടുമായി ബന്ധപ്പെട്ട് നോക്കിയിട്ട് അത്യാവശ്യം നമുക്ക് കുറയ്ക്കേണ്ട ഭാഗങ്ങൾ കുറയ്ക്കാന്ന് പറഞ്ഞാൽ ഈ പാർട്സുകളൊക്കെ നമുക്കിപ്പോൾ എഞ്ചിൻ്റെ ഭാഗം പക്കയായിട്ട് നമുക്ക് ചെയ്തു, എഞ്ചിൻ നമുക്ക് എന്തെങ്കിലും നമുക്ക് ക്ലിയർ ആയിട്ട് ചെയ്ത് തന്നെ പറ്റുള്ളൂ. ബാക്കിയത്തെ ഭാഗങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ട് ഫണ്ടിൻ്റെ അനുസരിച്ചിട്ട് നമുക്ക് ഒഴിവാക്കേണ്ട വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാം. ഇനി അതല്ല ഫണ്ട് ഓൾറെഡി അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് തന്നെ ചെയ്തിറങ്ങാം. പുതിയ വണ്ടി ഷോറൂമിൽ നിന്ന് ഇറങ്ങുന്ന അതേ ഒരു കണ്ടീഷനിൽ തന്നെ നമുക്ക് വണ്ടി ഇറക്കാനും പറ്റും. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ആ എഞ്ചിൻ വർക്കുമായി ബന്ധപ്പെട്ട് ചെയ്യുമ്പോൾ എഞ്ചിൻ വർക്കിനൊക്കെ നമുക്ക് 1 ഇയർ ഓൾറെഡി വാറണ്ടി ഉള്ളതാണ്, വാറണ്ടിയിലാണ് നമ്മൾ ചെയ്യണേ. ആ രീതിയിൽ പിന്നെ അത് ചെയ്യുമ്പോഴായാലും നമുക്ക് ആ ചെയ്യുന്ന വർക്കിൻ്റെ ഫുൾ ഡീറ്റെയിൽസും നമുക്ക് കൃത്യമായിട്ട് വാട്സാപ്പിനകത്ത് അതാത് സമയത്ത് ചെയ്യുന്ന വർക്കുകളുടെ ഡീറ്റെയിൽസ് വാട്സാപ്പിൽ അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കും. ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മളിതുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന വർക്കുകളുടെ ഒരു രീതി കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് പറയാം. അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം എസ്റ്റിമേറ്റ് നോക്കാം. അതും പ്രകാരം നോക്കിയിട്ട് ഒന്നുകൂടെ വിളിക്കുക, അല്ലെങ്കിൽ വാട്സാപ്പിൽ തന്നെ റിപ്ലൈ ഇട്ടാലും മതി. അപ്പോൾ റിപ്ലൈ കിട്ടിയിട്ട് നമുക്ക് റിപ്ലൈ കിട്ടിയാൽ അതനുസരിച്ച് ബാക്കിയത്തെ വർക്ക് കണ്ടിന്യൂ ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ നോക്കിയിട്ട് ഒന്ന് പറയാം. മാക്സിമം നേരത്തെ ചെയ്യാമെന്നുള്ള രീതിയിലേ വണ്ടി ഓൾറെഡി റാമ്പിലാണ്, ആ രീതിയിൽ നമുക്കത് ചെയ്തു പോകാനായിട്ട് പറ്റും. ഓക്കെ.